അതെ, വെല്ലം ഉപയോഗിച്ച് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എത്ര നാളിരുന്നാലും ഇത് കേടുവരുമൊന്നുമില്ല കേട്ടോ. വെല്ലത്തിൽ നല്ല വരട്ടി അങ്ങ് എടുക്കുന്നതും കൊണ്ട് കുറേ നാളിത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അത്രയും സ്വാദിഷ്ടമാണ് കേട്ടോ. അപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ കല്യാണ വീടുകളിൽ കിട്ടുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അത് ഭയങ്കര സ്വാദാണ് ഉണ്ടാക്കാൻ. ഉണ്ടമുളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഉണ്ടമുളക് എടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് പുളിയൊക്കെ വേണം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഉണ്ടമുളക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നടുവശം ഒന്ന് കീറി കൊടുക്കണം കേട്ടോ. എന്നാൽ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ട, ചെറുതായിട്ടൊരു കീറിലിട്ട് കൊടുത്തേ. കാരണം മുളക് എണ്ണയിലിടുമ്പോൾ മുഴുവനോടെ ഇട്ട് കൊടുത്താൽ ഒരു പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് വെളിച്ചെണ്ണയിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ കീറിയിടാനായിട്ട് പ്രത്യേകം ഓട്ടയിട്ടിട്ട് പിന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദേഹത്തോട്ടൊക്കെ ഇത് പൊട്ടിത്തെറിക്കാനൊരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ട് നല്ല രീതിക്ക് അത് വാട്ടിയെടുക്കാം. അതിൽ ഉപ്പും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നല്ലോണം എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. തോലിൻ്റെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ പോലെ വരും. അതുവരെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് തീ കുറച്ച് വെച്ച് പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഭയങ്കര സ്വാദാണിത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർ എരിവ് കുറഞ്ഞ മുളക് വാങ്ങിക്കൊള്ളാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്ക് തന്നെ എരിവ് കഴിക്കുന്നവരും എരിവ് ഇഷ്ടമുള്ളവരായതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം പഴുത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പറമ്പിൽ തന്നെ പറിച്ചെടുത്തിട്ടുള്ള മുളകാണ്. നല്ല രീതിക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളൊന്ന് ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കേട്ടോ. പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ റെസിപ്പി തയ്യാറാക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ മുളകൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് കോരി മാറ്റുവാണ്. ആ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് മുളക് പാകമായപ്പോൾ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് കോരി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലാണ് ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. എണ്ണയിലേക്ക് നമ്മൾ കടുകും ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂക്കട്ടെ. എണ്ണയിൽ ചേർത്ത് കൊടുക്കുന്ന കടുകും ഉലുവയൊക്കെ മൂക്കുമ്പോഴാണ് ആ ചേർക്കുന്ന കറികൾക്ക് അതിൻ്റെ സ്വാദ് നല്ല രീതിക്ക് കിട്ടുള്ളൂ. കടുകും ഉലുവയൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നീളത്തിലരിഞ്ഞ് ചെറിയൊരു പീസ് ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇഞ്ചി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇഞ്ചി മുരിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ കണക്ക്. കരിഞ്ഞൊന്നും പോവല്ലേ. അത്യാവശ്യം മൂത്ത് വരുന്നവരെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. എന്നാൽ സ്വാദാണെങ്കിൽ പറയണ്ട. നമുക്ക് 2, 3, 4 മാസം വരെയൊക്കെ വേണമെങ്കിൽ വെച്ചിരുന്ന് കഴിക്കാനായിട്ട് ഇത് പറ്റും കേട്ടോ. അപ്പോൾ അതേ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ലോണം അങ്ങ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഇനി ഈ മുളകൊന്ന് തിളക്കട്ടെ. പുളീൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു സമയം വേണം. അതുവരെ നല്ല രീതിക്ക് തിളച്ച് പുളി ഒന്ന് വേവണം കേട്ടോ. പുളീൻ്റെ പച്ചമണം മാറി കിട്ടുമ്പോഴാണ് കറി കേടാവാതിരിക്കുള്ളൂ. അതുപോലെ തന്നെ കറിയായിട്ടല്ല കേട്ടോ അതെടുക്കുക, നമ്മൾ പുളിയിഞ്ചി പോലെയൊക്കെ പറയാൻ പറ്റുന്നൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പുളീൻ്റെ പച്ചമണം നല്ല രീതിക്ക് മാറി കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് വേറെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തീ കത്തുന്നുണ്ട്. എന്നാൽ വെന്ത് മുളക് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് കലങ്ങി പോവുകയൊന്നും ചെയ്യരുത്. ഇത് പ്രിപ്പയർ ആയി കഴിയുമ്പോഴും മുളക് അങ്ങനെ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് പുളീൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ ഒരു 2 പീസ് ബെല്ലം ഒന്ന് ഉരുക്കി അരിച്ചിട്ട് അതിൻ്റെ ബെല്ലപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയിഞ്ചി പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും മുളക് കൊണ്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ, എരിവ് അധികമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അടിപൊളിയാണ് കഴിക്കാൻ. ബെല്ലപ്പാനിയും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല അസാധ്യമായിട്ടുള്ള നമ്മുടെ സദ്യ സ്റ്റൈൽ പുളിയിഞ്ചീൻ്റെ മണമാണ് വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. നല്ല കറിവേപ്പിലേൻ്റെയും ഇഞ്ചീൻ്റെയും ഈ ബെല്ലത്തിൻ്റെയും ഒക്കെ സ്വാദ് ഇങ്ങനെ ഒരു പരക്കുന്ന മണം വരുവാണ്. ശരിക്കും ഒരു സദ്യേനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പം നല്ലോണം ഈ ഒരു പുളിവെള്ളത്തിലും ബെല്ലപ്പാനിയിലൊക്കെ കിടന്ന് നല്ലോണം ഇത് പറ്റി ഇതിൽ തന്നെ കിടന്നങ്ങ് മുളക് അങ്ങ് നല്ല മധുരവും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുളകങ്ങ് വെന്തുടഞ്ഞിങ്ങനെ സ്പ്ലിറ്റ് ആവുന്ന രീതി ഉണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും കേട്ടോ. വെള്ളത്തിലും അതുപോലെ തന്നെ നമ്മൾ പുളിയും ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് അങ്ങനെ വെന്ത് പോകത്തൊന്നുമില്ല, അത് പേടിക്കണ്ട. ഇനി നല്ലോണം ഈ വെള്ളപ്പാനി ഈ പുളീൻ്റെയൊക്കെ ഈ പാനി അങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ. കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കൊന്നും ചെയ്യരുത്.
നല്ലോണം ബെല്ലപ്പാനിയിൽ കിടന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കേടാവത്തൊന്നുമില്ല കേട്ടോ. പുളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയുള്ള പുളി നല്ലോണം കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് വേണം അത് അരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പുളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയാണല്ലോ, അപ്പോൾ അത് ഒരു 2-3 തവണ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടാണ് കേട്ടോ കുതിർത്തെടുക്കത്തുള്ളേ. അപ്പോൾ ആദ്യത്തെ വട്ടം കഴുകുമ്പോൾ അങ്ങനെ പുളി പോവുമൊന്നുമില്ല, എന്നാലും 2-3 വട്ടം ഒന്ന് കഴുകി എടുത്തിട്ട് ഉപയോഗിക്കണം കേട്ടോ. പുളിയൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാണുമ്പോൾ തന്നെ എന്താ അടിപൊളിയല്ല, അതുപോലെ തന്നെയാണ് കഴിക്കുമ്പോഴും ഗംഭീര സ്വാദാണ്. അപ്പോൾ ഓണമൊക്കെ വരുവാണ്, ഓണസദ്യയിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള വിഭവമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാ മുളകൊക്കെ അതിൽ കിടന്നങ്ങ് വെന്ത് കുറുകി അങ്ങ് വരുവാണ്. ഇതുണ്ടോ, കാണുമ്പോൾ തന്നെ നോക്കിയാൽ ഇനി ആ ഫുള്ള് ഈ ഒരു പാനി മുളകിലേക്ക് അങ്ങ് കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇഞ്ചിപ്പുളി മുളക് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. നന്നായിട്ട് മുളകിലേക്ക് ഈ പാനി അങ്ങ് കോട്ട് ചെയ്യണം കേട്ടോ. അതുവരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടി കരിഞ്ഞു പോയാൽ അതിൻ്റെ സ്വാദ് ഫുള്ളും പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, തിരക്കുള്ള സമയങ്ങളൊന്നും തയ്യാറാക്കാനായിട്ട് നിൽക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. വെള്ളപ്പാനി നല്ല കുറുകി നമ്മളെ ഈ മുളകിലേക്ക് ഇങ്ങനെ ചേർന്ന് മുളകിനെ ഇങ്ങനെ എന്താ പറയുക, കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ, കോട്ട് ചെയ്യുന്ന രീതിയിൽ അത് വരണം. അതാണ് ഇതിൻ്റെ പരുവം. അതുവരെ നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ. എന്നാലും മുളക് ഉടഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, മുളക് ഉടഞ്ഞു പോവേ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ മുളക് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കണം. അതിഗംഭീരമായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സദ്യയിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ചു. ഇനി ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി നല്ല അടിപൊളിയാവും. ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് സംഭവം, കണ്ടോ. നല്ല രീതിക്ക് നമ്മളെ മുളകൊക്കെ അങ്ങ് കോട്ട് ചെയ്തിട്ട് അടിപൊളിയാടാ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മുളകിന് എരിവുണ്ടാവുമെന്നൊന്നും പേടിക്കണ്ട, അടിപൊളിയാണ് കഴിക്കാൻ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, ഇതുപോലെയുള്ള കുഞ്ഞു ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും പിന്നെന്താ പറയുക ഹൈപ്പും ഒക്കെ ഒന്ന് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ട് പോകാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.